ഓണസദ്യയിലേക്കൊക്കെ പഴവും പപ്പടമൊക്കെ കൂട്ടി കഴിക്കാൻ ഇതുപോലൊരു പ്രഥമനും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ കുക്കറിൽ ഈസി ആയിട്ട് എങ്ങനെയാണ് കടലപ്രഥമന് റെഡിയാക്കി എടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ അതാ നമ്മുടെ കടലപ്രഥമന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് കടലപ്പരിപ്പ് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒരു 2 മണിക്കൂറോളം കുതിർത്തെടുത്ത് വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതാ ഒരു അരിപ്പയിൽ ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുതിർത്തെടുത്താൽ കടലപ്പരിപ്പ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഇനി ഇതാ നമുക്ക് ഒരു കുക്കർ അടുപ്പത്ത് വെക്കണം. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഇതാ ഇത്രയും അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കണം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പ്രഥമനിലേക്ക് അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തുമാണ് ചേർത്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോരി മാറ്റി വെക്കാം. എന്നിട്ട് ഇതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള കടലപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 1-2 മിനിറ്റൊക്കെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരുപാട് നേരമൊന്നും വേണ്ട. പിന്നെ ഈ ഒരു സ്റ്റെപ്പ് എന്തായാലും ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു പായസത്തിനൊരു പച്ച ടേസ്റ്റ് ഉണ്ടാവും. ആ ഒരു കടലയുടെ പച്ച ടേസ്റ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതാ ഇതുപോലെ നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പായസത്തിന് കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഒരു 2 കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു വറുത്തതിലേക്ക് നമ്മൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്, തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ എത്രയാണോ കടലപ്പരിപ്പൊക്കെ എടുക്കുന്നത് അളവ് അതിനനുസരിച്ചിട്ടുള്ള നമ്മൾ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ കുതിർത്തെടുത്തിട്ടുള്ള പരിപ്പാവുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും, ഒരുപാട് വെള്ളമൊന്നും ആവശ്യം വരില്ല. കുതിരാത്ത പരിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം വേണ്ടി വരും കേട്ടോ. അത് കൂടുതൽ സമയം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കടലപ്പരിപ്പ് വെന്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കര പാനിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു 3 അച്ച് ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ച് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഇത് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് അരിച്ചിട്ട് മാറ്റി വെക്കണം. അപ്പോഴേക്കും ഇതാ കടലപ്പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഉടഞ്ഞിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ. പിന്നെ പരിപ്പ് വേവിച്ചെടുക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ട് വേവിച്ചെടുക്കുക. പിന്നെ നമ്മൾ ശർക്കര പാനി ഒഴിച്ചു കൊടുത്താൽ ഇത് വെന്ത് വരില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് വേവിച്ചെടുക്കണം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. അപ്പോൾ കയ്യിൽ ഇങ്ങനെ തൊട്ട് നോക്കിയാൽ തന്നെ പരിപ്പ് നന്നായിട്ട് ഇങ്ങ് അലിഞ്ഞു പോവണം കേട്ടോ. ആ ഒരു രീതിയിൽ വേണം നമുക്ക് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓണാക്കി ഇതൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ശർക്കര പാനിയിൽ ഇട്ടിട്ട് ഈ ഒരു പരിപ്പ് ഇങ്ങനെ ഒന്ന് വരട്ടിയെടുക്കണം കേട്ടോ. ഇതുപോലെ ശർക്കരപ്പാനി കംപ്ലീറ്റ് വറ്റി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു തേങ്ങയുടെ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൻ്റെ 1-2 പാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 2ാം പാലാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് വീണ്ടും ഇത് നന്നായിട്ട് കുറുക്കിയെടുക്കണം. നമ്മൾ 1ാം പാൽ എത്രയാണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് നമ്മൾ ഈ ഒരു പായസം കുറുക്കിയെടുക്കണം കേട്ടോ. എന്നാലേ ഉള്ളൂ നമുക്ക് ആ ഒരു പായസം കറക്റ്റ് ഒരു കട്ടിയിൽ കിട്ടുള്ളൂ. അപ്പോൾ 2ാം പാൽ ഒഴിച്ചു കൊടുത്ത് ഞാൻ തിളപ്പിച്ച് ഇതുപോലെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്, നല്ല തിക്കാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ 1ാം പാൽ ചേർത്ത് കൊടുക്കാം. 1ാം പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് ചൂടായി വന്നാൽ മതി കേട്ടോ. തിളക്കാൻ പാടില്ല, തിളച്ച് കഴിഞ്ഞാൽ പായസം പിരിഞ്ഞു പോവും. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഏത് മധുരമുള്ള സാധനത്തിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്താലേ ഉള്ള ആ ഒരു മധുരം ഒന്ന് മുന്നിട്ട് നിൽക്കുക. ഒരു നുള്ള് ഉപ്പ് മാത്രം മതി. അത് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പായസം ചൂടാറി കഴിഞ്ഞാൽ ഒന്നും കൂടെ കട്ടിയായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ടുള്ള ലൂസിലാണ് ആക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂണ് ഏലക്കപ്പൊടിയും 1/4 ടീസ്പൂണിൻ്റെ പകുതി ചുക്കുപൊടിയും 1/4 ടീസ്പൂണിൻ്റെ പകുതി ജീരകത്തിൻ്റെ പൊടിയും, ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് നമ്മൾ ആദ്യം നെയ്യിൽ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ കടലപ്രഥമന് റെഡിയായി. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു അളവിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര അളവിലാണോ ചെയ്യേണ്ടത് അത്രയും അളവിൽ നമുക്കിത് ഇതുപോലെ കുക്കറിൽ റെഡിയാക്കി എടുക്കാം. ഉരുളി തന്നെ വേണമെന്നൊന്നുമില്ല പായസം റെഡിയാക്കി എടുക്കാൻ. ചൂട് കട്ടിയുള്ള ഏതെങ്കിലും പാത്രമായാൽ മതി. കുക്കറാകുമ്പോൾ അത്യാവശ്യം കട്ടി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കടലപ്രഥമന് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ.